അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകളിൽ മറ്റൊന്നാണ് അൽ ഖവിയ്യു. ഖവി, ശക്തിയുള്ളവൻ, കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള കഴിവുള്ളവൻ. വഹുവ ഫീ മഅനൽ അസീസ്. അസീസ് എന്ന അർത്ഥത്തിൽ നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞോ അതേ കാര്യങ്ങൾ ഖവിയ്യ് എന്ന് പറയുമ്പോഴും അതേ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അത് ഖവിയ്യ് എന്ന് പറയുമ്പോൾ അവൻ അസീസാണ്. ഖവിയ്യാണെങ്കിൽ അവന് ഇസ്സത്തുൽ ഖുവ്വ, അത് സ്വാഭാവികമായും ഖവിയ്യ് എന്ന അർത്ഥത്തിലുണ്ട്. അതുകൂടാതെ ഖുവ്വത്തുൽ ഗലബ വ ഖുവ്വത്തുൽ ഇംതിനാ, ഇതെല്ലാം ഗലബത്തിന്റെ ഖുവ്വത്ത്, ഇംതിനാഇന്റെ ഖുവ്വത്ത്. അവൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം യാതൊരാളും എതിർക്കാതെ നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. ലോകത്തെ എല്ലാവരും കൂടി എതിർത്താൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ഒരു നിയമം അത് നടപ്പാവുക തന്നെ ചെയ്യും. അവന്റെ അമ്ര് നടപ്പാക്കാൻ കഴിവുള്ളവനാണ് ഖവിയ്യ്. ഹുവൽ ഖവിയ്യുൽ മതീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖവിയ്യാണ്. അൽ ഖവിയ്യു അൽ ഖവിയ്യുൽ മതീൻ വഹുവ ഫീ മഅനൽ അസീസ്. ഖവിയ്യുൽ മതീൻ എന്നത് തന്നെ അസീസ് എന്ന അർത്ഥത്തിൽപ്പെട്ടതാണ്. മതീൻ അത് തന്നെയാണ് ഖുവ്വത്ത്. ആ ഖുവ്വത്ത് അത് ഉറപ്പോട് കൂടിയിട്ട് ഉറച്ച ദൃഢമായ തീരുമാനത്തോടു കൂടി നടപ്പിലാക്കാൻ കഴിയുന്ന, ഒരാൾക്കും എതിർക്കാൻ കഴിയാത്ത ഇംതിനാ ഉള്ളവനാണ് അൽ മതീൻ. വഹുവൽ ഖവിയ്യുൽ മതീൻ. അൽ ജബ്ബാർ. അല്ലാഹു സുബ്ഹാനഹു